നമസ്കാരം, കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സുഗിയൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ നമ്മളൊരു 2 വിസിൽ മാത്രം ഇട്ട് വേവിച്ചതാണ് കേട്ടോ. നമ്മളിത് വേവിച്ചെടുത്ത ചെറുപയറാണ്. 1 കപ്പ് മൈദപ്പൊടി, അതേപോലെ തന്നെ 3/4 കപ്പ് അരിപ്പൊടി, ഇത് ഏലക്കായും പഞ്ചസാര ഇട്ട് പൊടിച്ചത്, അല്പം വേണമെങ്കിൽ ജീരകവും കൂടി നമുക്ക് ചേർക്കാം. പിന്നെ ഇത് 1 കപ്പ് ഏകദേശം 4 വെല്ലൻ ശർക്കരയാണ് കേട്ടോ. ഞാൻ ഇത് ഏകദേശം 1 കപ്പിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണ്. അതേപോലെ തന്നെ ഒരു 1/4 മുറി നാളികേരം, ഉപ്പ് ആവശ്യത്തിന്, അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു പാൻ വയ്ക്കാം. അപ്പോൾ ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര നീര് നമ്മൾ പാനിയാക്കി അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര നീര് ഒഴിക്കാം. ശർക്കര നീര് ഓൾറെഡി നല്ല തിക്കായിട്ടിരിക്കുന്ന ശർക്കര നീരാണ്. പാനിയാക്കി കഴിഞ്ഞപ്പോൾ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലുള്ള ശർക്കര നീരാണ്. നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. തേങ്ങ നമുക്ക് എത്ര ഇട്ടാലും നല്ലതാണ് കേട്ടോ, ചെറുപയറായതുകൊണ്ട്. അപ്പം നമ്മുടെ തേങ്ങയും ശർക്കരയും നല്ല ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ ഏലക്കായ പൊടിച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ജീരകം ആവശ്യമുള്ളവർക്ക് ജീരകം ചേർക്കാം കേട്ടോ. നമുക്ക് ഏതാണ് ഫ്ലേവർ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർക്കാവുന്നതാണ്. ഈ സമയം തന്നെ നമുക്കൊരു നുള്ളുപ്പ്, കാരണം ചെറുപയർ നമ്മൾ ഉപ്പില്ലാണ്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ എപ്പോഴും ഉപ്പ് നല്ലതാണ്. ഒരു പിഞ്ച് ഉപ്പ് നമുക്കിതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാം. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെറുപയറിനെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ചൂടാറിയ ശേഷം മാത്രമായിരിക്കും കേട്ടോ നമുക്ക് പിന്നെ എടുക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ എളുപ്പമായിരിക്കും, ഉണ്ട പിടിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിത് പതുക്കെ തീ ഓഫാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് സുഗിയന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇതേ തയ്യാറായിട്ടുണ്ട്. ചെറുപയർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല വിടർന്ന് നല്ല പൊലിമയോട് കൂടി നമുക്ക് കിട്ടുന്നുണ്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്കിതിനുള്ള അതിൻ്റെ ഡൗ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിതിലേക്കൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദ, അരിപ്പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറോ അതേപോലത്തെ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. ഞാനൊരല്പം ഫുഡ് കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നല്ല തിക്ക് ബാറ്ററിലായിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാക്കേണ്ടത്. വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ചെറുപയർ പുറത്തേക്ക് വല്ലാണ്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ വരും. അപ്പോൾ ഇതിന് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇഡ്ഡലിയുടെ മാവൊക്കെ എടുക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് എടുക്കാം. ഇഡ്ഡലിയിലും കുറച്ചും കൂടി കൂടുതലായാൽ കുഴപ്പമില്ല കേട്ടോ. ദോശയുടെ മാവിൻ്റെ ആ ഒരു പരുവം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സാക്കാം. അപ്പോൾ നമ്മുടെ ഈ മാവ് കണ്ട ഇത് ഈ ഒരു തിക്കിലാണ് കേട്ടോ ഇരിക്കേണ്ടത്. നമുക്ക് കളറ് ആഡ് ചെയ്യണ്ടെങ്കിൽ വേണ്ട. വൈറ്റ് കളറിൽ ഇരിക്കാൻ ആഗ്രഹമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളറിൽ ഇടണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യേണ്ട, മഞ്ഞൾ ആഡ് ചെയ്യേണ്ട കേട്ടോ. വൈറ്റ് കളറിൽ ഇഷ്ടമുള്ളവരുണ്ടാവും, കുറേ പേര് വൈറ്റ് ഇഷ്ടമുള്ളവരുണ്ടാവും. എനിക്ക് അല്പം മഞ്ഞ കളർ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊന്ന് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതേ ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒറ്റയടിക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു ലെവൽ വന്ന് സെറ്റായി വന്നാലാണ് നമുക്കതിനൊരു പശിമ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് സൈഡിലിരിക്കട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ ചെറുപയറിനെ നമുക്ക് ഉണ്ടുരുട്ടി വെക്കാം. ചൂടാറിയ ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ.
അല്ലെങ്കിൽ ഇത് വിടർന്ന് കിട്ടും. നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല പൊലിമേൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. നമുക്കത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം സുഗിയനുള്ള ഉണ്ട ഒരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ ആരംഭിക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ എണ്ണ നമ്മൾ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഗിയനുള്ള ഫില്ലിങ് ഉണ്ട ഒരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേസമയം തന്നെ നമുക്ക് ഓയിൽ ചൂടാക്കാൻ വയ്ക്കാം. അപ്പം ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് മുക്കിയിടാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ആരംഭിക്കാം കേട്ടോ. ആദ്യം നമുക്ക് നമ്മുടെ ഇതിലേക്ക് ഇടാം. കൈ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ടീസ്പൂൺ ഉപയോഗിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഒന്ന് വളരെ ഹീറ്റായ ശേഷം നമുക്കൊന്ന് കുറച്ച് വയ്ക്കാം. അല്ലാണ്ട് ഹൈ ഹീറ്റിലിടണ്ട. ഇതേപോലെ നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് ഇടാം. ഓരോന്ന് ഇതുപോലെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ സുഗിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കുന്ന സമയം മാത്രം മതി കേട്ടോ. ഈ പറഞ്ഞ പോലെ ചെറുപയറൊന്നും കുതിർത്തി വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കഴുകി ഒരു 2 വിസിൽ കൊടുത്താൽ മാത്രം മതി. ചെറുപയർ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതിനെടുക്കുന്ന സമയം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഈ ഉണ്ടാക്കാനുള്ള സമയം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവർക്കും വിഭവസമൃദ്ധമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.